പ്രിയ കർഷക സുഹൃത്തുക്കളെ നമസ്കാരം. ഈ വീഡിയോയിൽ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് കുറ്റി കുരുമുളക് റീപ്ലാന്റേഷനെ കുറിച്ചാണ്. ഇതിൽ വന്ന ഒരു അബദ്ധം എനിക്ക് പറ്റിയ ഒരു കുരുമുളക് ചെടി അപ്പാടെ ഉണങ്ങിപ്പോയി. അതിനുള്ള കാരണങ്ങളും ഞാനിതിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണും. വളരെ ചെറിയൊരു വീഡിയോ ആണ്, 6 മിനിറ്റുള്ള വീഡിയോ ആണ്. ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇത് ഞാൻ സാധാരണ കാണിക്കുന്ന വീട്ടിലെ തന്നെ ഒരു കുറ്റി കുരുമുളകിൻ്റെ ചെടിയാണ്. വളരെ നല്ല രീതിയിൽ തന്നെ ഇതിന്മേ കായ്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം അത്യാവശ്യം ഒരു വീട്ടിലാവശ്യത്തിനുള്ള കുരുമുളകൊക്കെ ഇന്ന് ലഭിക്കാറുമുണ്ട്. ഇതിപ്പോൾ 3 പോട്ടാണുള്ളത്. 3 വലിയ പോട്ടിലാണ് വെച്ചിരിക്കുന്നത്. കാര്യം നല്ല കായ ഉണ്ടാവും. ഇതിന് പ്രത്യേക സീസണൊന്നുമില്ല, ഏത് സമയത്തും കായ്കളുണ്ടാവും. അതുകൂടാണ്ട് തന്നെ മിക്ക കീടരോഗങ്ങളൊക്കെ കുറവാണ്. കുറ്റി കുരുമുളക് നന്നായി തന്നെ നമുക്ക് കൃഷി ചെയ്ത് എടുക്കാൻ പറ്റും. കൂടുതലായിട്ടുള്ള പരിചരണമൊന്നും ആവശ്യമില്ല. പക്ഷേ ഇത് പറയാനുള്ള മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിന് ഞാനൊരു തൈ ഉൽപ്പാദിപ്പിച്ചിരുന്നു. നേരത്തെ വീഡിയോയിൽ ഞാനത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സംഭവം കാണിക്കാനാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ കാണിക്കുന്നത്. ഉൽപ്പാദിപ്പിച്ച തൈ ഞാൻ റീപ്ലാന്റ് ചെയ്തിരുന്നു ഒരു മാവിൻ്റെ പോട്ടിലല്ല. സാധാരണ കുറ്റിക്കുരുമുളക് നമ്മൾ പോട്ടിലാണ് ചെയ്ത് കണ്ടിട്ടുള്ളത്, ആരും തറയിൽ വെച്ച് കണ്ടിട്ടില്ല. അപ്പോൾ അതൊരു പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് ചെയ്തതായിരുന്നു. വളരെ ഭംഗിയായിട്ട് അത് പടർന്ന് കയറിപ്പോയിരുന്നു. കായ്കളൊന്നും ആയിട്ടില്ലായിരുന്നു, എങ്കിലും വെച്ച സ്ഥിതിക്ക് നന്നായിട്ട് വളർന്ന് കയറിപ്പോയിരുന്നു. അതിന് പെട്ടെന്ന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ തന്നെ ഒരു അശ്രദ്ധ കൊണ്ട് പറ്റിപ്പോയ കഥയാണത്. അതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതാണ് ആ കുരുമുളക് ചെടി. കരിഞ്ഞതായിട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നത്. നല്ല രീതിയിൽ വളർന്നു വന്നിരുന്നൊരു ചെടിയായിരുന്നു. ഒരു 2-3 ശീര്യങ്ങളൊക്കെ ആയിട്ട് ഏകദേശം ഒരു 4 അടി ഹൈറ്റോളം ഈ മാവിൽ തന്നെ പടർന്നു കയറിയിരുന്നു. നല്ല ഭംഗിയായിട്ട് വന്ന, ആരോഗ്യകരമായിട്ട് വന്നൊരു ചെടിയാണ്. എൻ്റെ തന്നെ ഒരു അശ്രദ്ധ കാരണം ആണ് ഈ അവസ്ഥ സംഭവിച്ചത്. അപ്പോൾ പ്രത്യേകിച്ച് വീഡിയോ കാണുന്നവർ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. നല്ല രീതിയിൽ തന്നെ ജൈവവളങ്ങൾ മാത്രം കൊടുത്തിട്ടാണ് ആ ചെടി വളർന്നു വന്നത്. അതിനിടയ്ക്ക് ഞാൻ ചെയ്ത അബദ്ധം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫുഡ് വേസ്റ്റിൽ നിന്ന് ഉണ്ടാക്കുന്ന സ്ലറി ഉണ്ടല്ലോ, ആ സ്ലറി ഞാൻ ഒഴിക്കുന്നതിൽ ചില പാകപ്പിഴകൾ പറ്റിയതാണ്. സാധാരണ ഒഴിച്ചു കൊടുക്കാറില്ലായിരുന്നു ഈ സംഭവത്തിനൊന്നും. അത് ആദ്യമായിട്ടാണ് ഈ ഫുഡ് വേസ്റ്റിൻ്റെ സ്ലറി എടുത്തിട്ട്, അതായത് കിച്ചൺ കമ്പോസ്റ്റിൽ സ്ലറി എടുത്ത് ഇതിനകത്ത് ഒഴിച്ചതാണ്. അതിലുള്ള പാകപ്പിഴാണ് പറ്റിയത്. അപ്പം അങ്ങനെയാണ് ഈ ചെടി നശിക്കാനുണ്ടായ ഒരു കാരണം. ഞാൻ ഈ 1/4 എന്ന അളവിലാണ് കിച്ചൺ സ്ലറി സാധാരണ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കി എടുക്കാറ്. അപ്പോൾ അതിൽ വന്ന എന്തോ ഒരു അളവ് വ്യത്യാസത്തിലാണ് ആ ചെടി കരിയാനുണ്ടായ കാരണം. അപ്പോൾ നമുക്ക് അതേ സ്ഥലത്ത് തന്നെ ഈ ഒരു തൈയിനെ കൂടെ പ്രതിഷ്ഠിക്കാം. 2 തൈയാണ് നമ്മളന്ന് ഉണ്ടാക്കിയത്. ഒരു ലാസ്റ്റ് കാണിച്ച വീഡിയോയിൽ 2 തൈയാണ് കാണിച്ചത്. അതിലിപ്പോൾ ഒന്ന് വളരെ ശോഭിച്ചിട്ടാണ് നിൽക്കുന്നത്, ഒന്ന് അത്യാവശ്യം നന്നായിട്ട് വളർന്നിട്ടുണ്ട്. ഈ ചെടിയാണ് നമ്മൾ മാറ്റിപ്പോൾ ആ നശിച്ചുപോയ ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ചെയ്തിട്ടിപ്പം ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടിരുന്നു. കാണാത്തവർ അതുകൂടി ഒന്ന് പോയി കാണാൻ ശ്രമിക്കുക. അതിന് വേണ്ടി ഇപ്പം നമ്മൾ ഒരു 2 അടി വ്യാസത്തിൽ ഒരു കുഴി, നേരത്തെയുള്ള തടം തന്നെ ഒന്ന് കിളച്ച് അതിലൊരു പിള്ളക്കുഴി എടുത്തേക്കാണ്. അതിലാണ് നമ്മൾ ചെടി നടുന്നത്. ഈ മാവ് ഒരു കായ്ക്കാത്ത മാവാണ്, വേസ്റ്റായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണത്. അപ്പോൾ ഈ പിള്ളക്കുഴിയിൽ ഇപ്പം നമ്മൾ ഉണക്കയില കമ്പോസ്റ്റാണ് ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് താഴ്ഭാഗം കുറച്ച് ഈ ഉണക്കയിലൻ്റെ കമ്പോസ്റ്റ് ആക്കിയതാണ് അതിൽ വെച്ചിരിക്കുന്നത്.
അപ്പോൾ നേരത്തെ വീഡിയോയിൽ കാണിച്ച ചെടി തന്നെയാണ്, ഈ ചെടിയാണ് നമ്മൾ റീപ്ലാന്റിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ നല്ല രീതിയിൽ തന്നെ വേരെല്ലാം വന്നൊരു ചെടിയാണ്. ഇതിൽ താഴെ ഈ നമ്മൾ ഓട്ടിൻ്റെ കഷ്ണം വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ആ പോട്ടിൽ വെള്ളം ദ്വാരങ്ങൾ അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഒഴിവാക്കണം. അതിപ്പോൾ നമ്മൾ താഴെ വെക്കുന്നതുകൊണ്ട് ആ ഓട്ട് കഷ്ണത്തിൻ്റെ ആവശ്യം ഇല്ല. ഇനി ഇത് നമ്മൾ കുഴിയിലിറക്കി വെക്കുക. കുഴിയിലിറക്കി വെച്ച് അത്രയും ഗ്യാപ്പുണ്ട്, ഏകദേശം ഒരു 4-5 കൂടുതൽ ചുറ്റുഭാഗങ്ങളിലായിട്ടുണ്ട് ചെടീൻ്റെ നിന്നും വിട്ടിട്ട്. ഇത്രയും ഭാഗം നമ്മൾ തയ്യാറാക്കി വെച്ച പോട്ടി മിക്സാണ് ഫില്ല് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതിൽ ആ ബാക്കിയുള്ള ഭാഗം കംപ്ലീറ്റ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പോട്ടി മിക്സ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ കറക്റ്റായിരുന്നു നമ്മൾ ചെയ്തത്. ഏകദേശം അത് ഫില്ലായി കഴിഞ്ഞു. ഇതിപ്പോൾ നമ്മുടെ എല്ലാ വർക്കും കഴിഞ്ഞു. അപ്പോൾ അതിൽ ബാക്കി വന്ന മണലുണ്ടായിരുന്നു. ആ മണൽ വെച്ചിട്ട് നമ്മളൊരു തടം ഇങ്ങനെ വെള്ളം നനച്ച് കഴിഞ്ഞ വെള്ളം പുറത്ത് പോകാത്ത രീതിയിൽ ചെയ്ത് വെച്ച് ക്ലിയർ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. പോട്ടി മിക്സൊക്കെ ഏകദേശം ഒരു ഈർപ്പം ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് 1-2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ തൽക്കാലം ഇത്രയും മതി. പിന്നെ ഞാനിത് ചെയ്തിരിക്കുന്നത് സാധാരണ എല്ലാവരും ചെയ്യാറ് വൈകുന്നേരങ്ങളിലാണ്. ഇത് ഏകദേശം ഒരു 10-10:30 മണിക്കാണ് ചെയ്തിരിക്കുന്നത്. വലിയ പ്രശ്നം ഉണ്ടാവില്ല, കാരണം എന്താ വെച്ചാൽ വേരുള്ള ചെടിയാണല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ തണലുമാണ്. കുരുമുളകിന് അത്യാവശ്യം തണലൊക്കെ വേണ്ടതാണ്. കൂടുതൽ വെയിലത്ത് വെച്ചാൽ കുരുമുളകിന് പ്രശ്നം തന്നെയാണ്. അപ്പം ഏകദേശം നല്ലൊരു പ്ലേസാണ് നേരത്തെ ഉണ്ടായിരുന്നത്. നേരത്തെ അബദ്ധം കൊണ്ട് പറ്റിപ്പോയതാണ്, അത് കരിഞ്ഞു പോയത്. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം.